ഹലോ ഗൈസ്, ത്രെഡ്സ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റഗ്രാം ലോഞ്ച് ചെയ്തതിനെ പറ്റി നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോയിലൂടെയെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. എങ്ങനെ ത്രെഡ്സിനെ ഒരു ഫ്രീലാൻസർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് യൂസ് ചെയ്യാം, എന്താണ് അതിൻ്റെ പൊട്ടൻഷ്യൽ എന്നുള്ള എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് ഐഡിയാസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വൈകിക്കാതെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ത്രെഡ്സ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് നമ്മൾ ത്രെഡ്സ് യൂസ് ചെയ്യണം എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ആദ്യം ത്രെഡ്സിനെ പറ്റി ഒരു ഓവർവ്യൂ നമുക്ക് പറയാം. ത്രെഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാം ലോഞ്ച് ചെയ്തിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. ഇൻസ്റ്റഗ്രാമിൻ്റെ സപ്പോർട്ടോടു കൂടി വർക്ക് ചെയ്യുന്നൊരു ആപ്ലിക്കേഷനാണ്. അതിൻ്റെ പേരും പ്രത്യേകം അവർ പറയുന്നത് എങ്ങനെയാണ്, ത്രെഡ്സ് ആൻഡ് ഇൻസ്റ്റഗ്രാം ആപ്പ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത് ട്വിറ്ററിനെ പോലെ തന്നെ വളരെ സിമിലർ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. പക്ഷേ എന്നാൽ വ്യത്യാസങ്ങളുണ്ട് താനും. ട്വിറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ ത്രെഡ്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഒരു കോൺവെർസേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അതുപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റഗ്രാമിലെ ബയോയും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ആയിട്ട് അതിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു ഒരു സിസ്റ്റം ഉണ്ട് ഇവിടെ എന്ന് പറയുന്നത്. അതൊരു പോളിസിയാണ്. അതിനെപ്പറ്റി കൂടുതലായിട്ട് എനിക്കറിയില്ല. പിന്നെ ഇവിടെ ഭയങ്കരമായിട്ട് റീച്ച് ഉണ്ട് എന്ന് ആളുകൾ പറയുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് റീച്ച് ഉള്ളത് എന്നൊക്കെ പറയാം. ഇതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ത്രെഡ്സ് ഉറപ്പായിട്ടും ഒരു ഫ്രീലാൻസർക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യാൻ നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നതാണ് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ത്രെഡ്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഒരു ഫ്രീലാൻസറിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഒരു നല്ല കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് കുഴപ്പമില്ലാത്ത ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിലുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ ഫോളോവേഴ്സിന് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഒരു നല്ല കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മൾ വാട്സാപ്പിലും ടെലഗ്രാമിലും ഒക്കെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഒപ്പം ആളുകളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനും വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് ഇവിടെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാമെന്ന് പറയുന്നതിൻ്റെ കാര്യം. നിങ്ങൾക്ക് ഫോളോവേഴ്സ് ഇല്ല, കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നതിനെ കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് ഇവിടെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തെടുക്കാവുന്നതാണ്. കാര്യം ഇവിടെ റീച്ച് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിലുണ്ട്, പുതിയൊരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു ഐഡിയ ആണ് ടു ബിൽഡ് എ പോർട്ട്ഫോളിയോ. അതിനെപ്പറ്റി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇത് വളരെ സിമ്പിളായിട്ട് ഇൻ്റർഫേസ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. നമ്മളിപ്പോൾ ബിഹാൻസും ഡ്രിബിളും ഒക്കെ നമ്മുടെ വർക്ക്സ് പോസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ ത്രെഡ്സും നമുക്ക് ആ രീതിയിൽ ഉപയോഗിച്ചുകൂടെ? കാരണം ഇവിടെ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ബേസ്ഡ് പ്ലാറ്റ്ഫോം ആണ്. നമുക്ക് ഫോട്ടോസ് ഇടാം, അതുപോലെ വീഡിയോസ് ഇടാം. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിരുന്നു. കെറോസിൽസ് ഇവിടെ വർക്ക് ആവുന്നുണ്ട്. ഇതിൽ ഹാഷ്ടാഗ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് നമ്മുടെ വർക്ക് ഇടുന്നു, അതിനെപ്പറ്റി ഡിസ്ക്രിപ്ഷൻ ഇടുന്നു, ഏതൊക്കെ സോഫ്റ്റ്വെയർസ് ആണെന്ന് ടൈപ്പ് ചെയ്തിടുന്നു. വേറൊരാൾ വരുന്ന സമയത്ത് നമുക്ക് ലിങ്ക് കൊടുത്ത് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് അയാളെ ഡൈവേർട്ട് ചെയ്ത് ചാനലൈസ് ചെയ്ത് വിട്ടുകൂടെ? ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ റീച്ച് ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പം നമ്മൾ കോൺസ്റ്റൻ്റ്ലി ഇടുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ നമ്മൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും നമ്മുടെ പ്രൊഫൈൽ എന്ന് പറയുന്നത് ചെറിയ രീതിയിൽ ഗ്രോ ചെയ്യുന്നതാണ്. ബിഹാൻസും ട്രിബിളിലും ഇതേപോലെ തന്നെയാണ്. ആളുകൾ കാണും, ഫോളോ ചെയ്യേണ്ടവർ ചെയ്യും, ചെയ്യേണ്ടാത്തവർ ചെയ്യില്ല. ജസ്റ്റ് അവർ കാണും, ഒരു ലൈക്ക് ഒക്കെ ഇടും. അതേ സെയിം സംഭവം തന്നെയല്ല ഇവിടെയുള്ളത്. അത് ഒബ്വിയസ്ലി ഒരു പോർട്ട്ഫോളിയോ ബിൽഡിംഗ് ആയിട്ടുള്ള രണ്ട് സൈറ്റുകളാണ്. പക്ഷെ അതല്ലാത്ത സൈറ്റുകളിൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സൈസ് ഒന്നും ബോധർ ചെയ്യാതെ പോസ്റ്റൊക്കെ ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ നല്ല രീതിയിൽ ഉപയോഗിക്കാവുന്ന ഒരു സൈറ്റാണ്. വേറൊരു കാര്യം, ഇത് വീഡിയോ എഡിറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസ് ഇവിടെ പോസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഗ്രാഫിക് ഡിസൈനർ ആണെങ്കിൽ നിങ്ങളുടെ വർക്ക്സ് ഇവിടെ പോസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ കോണ്ടന്റ് റൈറ്റർ ആണെങ്കിൽ നിങ്ങളുടെ ആർട്ടിക്കിൾസ് ഇവിടെ പോസ്റ്റ് ചെയ്യാൻ പറ്റും. ഏത് തരത്തിലുള്ള ആളുകളാണെങ്കിലും പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. ഇത് ഇനിയും ഒരുപാട് ബെറ്റർ ആവാനുണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് ഫീച്ചേഴ്സ് വരും. അപ്പോൾ ഉറപ്പായിട്ടും ഇത് നല്ല രീതിയിൽ നമുക്ക് ഹെൽപ്ഫുൾ ആവും തോന്നുന്നു. ഇതൊരിക്കലും ക്ലബ് ഹൗസ് 2.0 പോലെ ആവുന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. അപ്പം ഇതിൽ ഒരുപാട് ഇനിയിപ്പോൾ ഹാഷ്ടാഗ് ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ബിൽഡ് ചെയ്ത് വെച്ചാൽ, ഇവിടെ ബിൽഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആളുകളിലേക്ക് എത്തും. കാരണം ഇത് ഭയങ്കര നീറ്റ് ആയിട്ടുള്ള ഒരു ഇന്റർഫേസ് ആണ്. ഭയങ്കര എളുപ്പത്തിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇന്റർഫേസ് ആണ്. മൂന്നാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. നിങ്ങൾ എന്തെങ്കിലും കാര്യം എഡ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിലോ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ട്വിറ്ററിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അവിടെ ഇതേപോലെ കൂടുതലായിട്ടും എഡ്യൂക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇൻഫർമേഷൻ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ കൂടുതലായിട്ട് നടക്കുന്നത്. ഇപ്പോൾ ന്യൂസ്, അതുപോലെ അനൗൺസ്മെന്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത്. അവിടെ വരുന്ന കാര്യങ്ങളൊക്കെ ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എന്റർടൈൻമെന്റ് ക്രിയേറ്റേഴ്സ് എത്രമാത്രം ശോഭിക്കുമെന്നുള്ളത് വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവരെന്ത് പോസ്റ്റ് ചെയ്യുന്നുള്ളതൊക്കെ എനിക്ക് നല്ല സംശയമുണ്ട്. ഒരു പക്ഷേ മീമുകളോ അവരുടെ ഫോട്ടോസോ ഒക്കെ പോസ്റ്റ് ചെയ്താൽ അത് എത്രമാത്രം ആളുകൾക്ക് വാല്യുബിൾ ആവുന്നുള്ളത് വളരെ സംശയകരമായിട്ടുള്ളൊരു കാര്യമാണ്. അവരിവിടെ ഒന്ന് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടാക്കും, നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട. ഒരുപക്ഷെ ഫോളോവേഴ്സ് ഉണ്ടാവുമായിരിക്കും, പക്ഷേ സ്റ്റിൽ കോണ്ടന്റ് എന്താണെന്നുള്ളത് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം വാല്യുബിൾ ആയിട്ടുള്ള കോണ്ടന്റ്, ട്വിറ്ററിലൊക്കെ വാല്യുബിൾ ആയിട്ടുള്ള കോണ്ടന്റ് ആണ് ഉള്ളത്. പലരും പല
പലരുടെ വർക്ക്സ് പോസ്റ്റ് ചെയ്യുന്നു, അനൗൺസ്മെന്റുകൾ, ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് പലരും ട്വിറ്റർ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെയും ആവാന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്കറിയില്ല ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന ഒരു വിഷ്വലി ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ്, വിഷ്വൽ ബേസ് ചെയ്തിട്ടുള്ള പ്ലാറ്റ്ഫോം ആണെങ്കിൽ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള, കോൺവെർസേഷൻ ബേസ് ചെയ്തിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. അപ്പം ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആർട്ടിക്കിൾസ് റൈറ്റ് ചെയ്ത് എഴുതിയിടാം, അത് ആളുകൾക്ക് കണ്ട ആളുകൾ വായിച്ച് മനസ്സിലാക്കാം. അപ്പം അങ്ങനെയുള്ളൊരു ഫീച്ചർ ഇവിടെയുണ്ട്. അപ്പം അങ്ങനെ ഒരു ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം ആക്കി നിങ്ങൾക്ക് മാറ്റാനായിട്ട് പറ്റും. നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ആളുകൾ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ, സ്റ്റിൽ ആളുകൾ നല്ല വാല്യുബിൾ ആയിട്ടുള്ള കോണ്ടന്റുകൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. അടുത്ത് ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനാണ്. ഇപ്പം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ള ഒരാൾക്ക് മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ അയാൾ തന്നില്ല എന്നുണ്ടെങ്കിൽ ത്രെഡ്സിൽ വന്ന് നിങ്ങളൊന്ന് അയച്ച് നോക്കുക, ഉറപ്പായിട്ടും അയാൾ നിങ്ങൾക്ക് റിപ്ലൈ തരും. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയൊരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇന്റർഫേസ് ആണ്. ഇവിടെ ലൈക്സ്, അതുപോലെ കോമെന്റ്സ്, റീപോസ്റ്റ് എന്നാണ് ഇവിടെ പറയുന്നത്. ട്വിറ്ററിൽ റീട്വീറ്റ് ആണെങ്കിൽ ഇവിടെ റീപോസ്റ്റ് ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെപ്പറേറ്റഡ് ആയിട്ട് ഫിൽറ്റർ ഔട്ട് ചെയ്ത് മുകളിൽ കാണാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇന്റർഫേസ് ആണ്. അപ്പം നിങ്ങൾക്ക് ആരെങ്കിലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ആളുകൾക്ക് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഒക്കെ ഈസിലി പറ്റുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് അതിനെ ചാനലൈസ് ചെയ്ത് കൊണ്ടുവരാം. ഇവിടെ മെസ്സേജസ് അയക്കാനായിട്ട് പറ്റില്ല, നിങ്ങൾക്ക് എന്താ പറയുക ത്രെഡുകൾ എഴുതാനായിട്ടേ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഞാൻ 1-2 ആളുകളെ കണക്ട് ചെയ്തിരുന്നു. ലാസ്റ്റ് എന്ന് പറയുന്ന എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിനെയും പോലെ തന്നെ നിങ്ങളൊരു ബിഗിനർ ആയിട്ടുള്ള കോണ്ടന്റ് ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ പറ്റിയിട്ട് ഒരു പ്ലാറ്റ്ഫോമാണ്. ഇപ്പോൾ നിങ്ങൾ ഇട്ട് തുടങ്ങി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ ഗ്രോ ചെയ്യാൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരുപാട് ആളുകൾ, ഫോളോവേഴ്സ് ഉള്ള ആളുകൾ വരുന്നുണ്ട്. അവരുടെ ഫോളോവേഴ്സ് വന്നിട്ട് അവർക്ക് റീച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് റീച്ച് ഇല്ല എന്നുള്ളൊരു പേടി നിങ്ങൾക്ക് ഉണ്ടാവേണ്ട. നിങ്ങളിപ്പോൾ തുടങ്ങി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് റീച്ച് വരും. കാര്യം ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ആയതുകൊണ്ട് കുറേ കാലത്തേക്ക് എല്ലാ തരത്തിലുള്ള കോണ്ടന്റുകളും നമുക്ക് കാണാനായിട്ട് പറ്റും. ട്വിറ്ററിലാണെങ്കിൽ നമുക്ക് ഫിൽറ്റർ ഔട്ട് ചെയ്യാൻ പറ്റും, ഇന്ന സാധനങ്ങൾ മാത്രം കണ്ടാൽ മതി. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, കോണ്ടന്റിന്റെ ക്ഷാമമുണ്ട്. തുടക്കമായതുകൊണ്ട് എന്തിടുന്ന ആളുകൾക്ക് കൺഫ്യൂഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളുടെ കോണ്ടന്റ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കോണ്ടന്റ് പല ആളുകൾക്കും വിസിബിൾ ആയിരിക്കും. എൻ്റെ തന്നെ കോണ്ടന്റ് പല ആളുകൾക്കും വിസിബിൾ ആയിരുന്നു. പലരും പല കാര്യങ്ങളും ഷെയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ സ്റ്റാർട്ടിംഗ് ആണ്, ആപ്പ് വന്ന് ഒരാഴ്ച പോലും ആയിട്ടില്ല. അപ്പം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഗ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ബിഗിനർ കോണ്ടന്റ് ക്രിയേറ്റർ പ്ലാറ്റ്ഫോം ആയിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാത്തിനും ഒരു കോമ്പിനേഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ബ്ലോഗായിട്ട് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. കാരണം അതിന് അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് നമ്മൾ ബ്ലോഗൊക്കെ എഴുതുന്നത് പോലെ തന്നെ ഇതും ഒരു പേഴ്സണൽ ബ്ലോഗാക്കി മാറ്റാം. ഇൻസ്റ്റാഗ്രാം നേരത്തെ പറഞ്ഞതിൽ വിഷ്വലി ഉള്ള കുറച്ച് കാര്യങ്ങൾ, റീൽസിനൊക്കെയാണ് പ്രാധാന്യം കൂടുതൽ. ഇവിടെ അങ്ങനെയൊന്നും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ കൂടുതലും ടെക്സ്റ്റ് ആണ്, ലിങ്ക്ഡിനൊക്കെ പോലെ ടെക്സ്റ്റ് ആണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുക. സോ ഇതൊക്കെയാണ് ഒരു ഫ്രീലാൻസർ എന്നുള്ള രീതിയിൽ നമുക്ക് ത്രെഡ്സ് യൂസ് ചെയ്യാനുള്ള വഴികൾ. അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഈ വീഡിയോ ചെയ്തത്. നിങ്ങൾ ഒരിക്കലും ട്വിറ്റർ യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഉപയോഗിക്കാൻ അറിയില്ല എന്നുള്ളതുകൊണ്ട് ത്രെഡ്സ് എടുക്കാതിരിക്കരുത്. ഇൻസ്റ്റാഗ്രാം ഉള്ളവർക്കും അക്കൗണ്ട് എടുക്കാൻ പറ്റും, അല്ലാത്തവർക്കും അക്കൗണ്ട് എടുക്കാനായിട്ട് പറ്റും. ഞാൻ ട്വിറ്റർ യൂസ് ചെയ്യുന്ന ആളല്ല, പക്ഷേ ഞാനിത് എടുത്തിരുന്നു. വളരെ സിമ്പിളായിട്ടുള്ള ഇൻ്റർഫേസ് ആണ്, ഒരു പണിയില്ല. പിന്നെ ബ്ലൂ ടിക്ക് ഉള്ള ആളുകളാണെങ്കിൽ അത് നേരെ ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. പൈസ ഒന്നും നിങ്ങൾ എക്സ്ട്രാ കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഉണ്ട് ഇവിടെ. തീർച്ചയായിട്ടും നിങ്ങളൊരു അക്കൗണ്ട് എടുത്ത് വയ്ക്കുക. ഞാനാണെങ്കിൽ പോലും എൻ്റെ ആർട്ടിക്കിൾ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവിടെ പബ്ലിഷ് ചെയ്താലോ എന്നുള്ള രീതിയിലൊക്കെ പ്ലാൻസ് ഉണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും അങ്ങനെയുള്ള കുറേ പൊട്ടൻഷ്യൽ അവിടെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കണം. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡിലീറ്റ് ചെയ്താലേ ത്രെഡ്സ് അക്കൗണ്ട് പോകുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എടുക്കാതിരിക്കണം. അപ്പോൾ എത്ര സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ വെറുതെ അക്കൗണ്ട് എടുത്തിട്ടിരിക്കുന്നു, ഇതിലെടുത്തിട്ടോ ഒരുപക്ഷെ ഭാവിയിൽ അത് ഉപകാരപ്പെട്ടാലോ. അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ അതുകൊണ്ട് എടുക്കാതിരിക്കേണ്ട. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഇതിൽ അഡിക്റ്റീവ് ആണെന്ന് തോന്നുകയാണെങ്കിൽ ടേക്ക് എ ബ്രേക്ക് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. 20 മിനിറ്റ് കൂടുമ്പോൾ അത് തന്നെ നമ്മൾ അലേർട്ട് ചെയ്യും, നിങ്ങൾ ടൈം ഇത്രയും സ്പെൻഡ് ആയിട്ടുണ്ട് എന്നുള്ള. അങ്ങനെ കുറേ ഫീച്ചേഴ്സൊക്കെ ഇതിലുണ്ട്. ഇനിയും ഒരുപാട് ഫീച്ചേഴ്സ് വരാനുണ്ട്. #ടാഗ്സിൻ്റെ ഫീച്ചേഴ്സ് ഒന്നും വന്നിട്ടില്ല, ഒരുപക്ഷെ വരുമായിരിക്കും. ഇനി എന്തൊക്കെയാണ് അവരുടെ സർപ്രൈസസ് എന്നൊന്നും നമുക്കറിയില്ല. അപ്പം തീർച്ചയായിട്ടും അക്കൗണ്ട് എടുത്ത് വെക്കുക. ഒരിക്കലും ഇതൊരു ഫോമോ ആയിട്ട്, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് ഒന്നും ആയിട്ട് വിചാരിക്കേണ്ട. മറിച്ച് ഒരു സോഷ്യൽ മീഡിയ ലോഞ്ച് ചെയ്തു, ആ സോഷ്യൽ മീഡിയയുടെ പൊട്ടൻഷ്യൽ ഇന്നത്തെ കാലത്ത് നമുക്ക് എത്രത്തോളം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, എന്തൊക്കെയാണ് നമുക്ക് അതുകൊണ്ട് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുക, ചുമ്മാ സമയം കളയാന്നുള്ളതല്ല, അത് വെച്ച് നമുക്ക് എങ്ങനെയാണ് ഗ്രോ ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കാനാണ് നമ്മൾ ഇതുകൊണ്ട് ശ്രമിക്കേണ്ടത്. അല്ലാതെ ചുമ്മാ അതിൽ സമയം ബാക്കിയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇതിലും സമയം കളയാന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ ഗ്രോത്തിന് വേണ്ടി ഇതെങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. അതാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ടത്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രീലാൻസർ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, പിന്നെന്താ അതൊക്കെ തന്നെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് ബൈ ഫ്രം ബിജ്വൽ.